അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വരുന്ന ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആരോപണ വിധേയനായി നിൽക്കുന്ന ലൈംഗിക ആരോപണ കേസ്, ജെഫ്രി എപ്സ്റ്റീൻ കേസ് ഫയൽസ്, അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവുകളും വെളിപ്പെടുത്തലുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിന് അദ്ദേഹം തന്നെയാണ് ഒപ്പിട്ടത്. നവംബർ 19-ന് ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ 30 ദിവസത്തിനകം, അതായത് വരുന്ന ഡിസംബർ 19-നകം എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്നുള്ള ബില്ലിൽ അദ്ദേഹം തന്നെയാണ് ഒപ്പിട്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പാർലമെന്ററി സമിതിയുണ്ട്. ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും അംഗങ്ങളായിട്ടുള്ള ഒരു പാർലമെന്ററി സമിതി, അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കേസ് ഫയൽസ് അവിടുത്തെ നിയമ മന്ത്രാലയം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ജെഫ്രി എപ്സ്റ്റീൻ്റെ സ്വകാര്യ ഐലൻഡായ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന് പറയുന്ന ഐലൻഡ്, അത് ഈ ഫ്ലോറിഡയിലെ അദ്ദേഹം സ്വന്തമാക്കിയ 2 സ്വകാര്യ ഐലൻഡുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞ് ഡെമോക്രാറ്റ് പ്രതിനിധിയായ റോബർട്ട് ഗാർസിയ പറഞ്ഞത് വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അദ്ദേഹം എന്തുകൊണ്ട് ഈ ആരോപണ വിധേയനായി, അല്ലെങ്കിൽ എന്താണ് അതിൽ ട്രംപിന്റെ പങ്ക്, അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. കാരണം ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നയാൾ ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായിരുന്നു. പിന്നീട് അദ്ദേഹം ബാങ്കിങ് മേഖലകളിലേക്ക്, ധനകാര്യ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ അമേരിക്കയിലെ വലിയ ധനാഢ്യന്മാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായി. ആ കൂട്ടത്തിൽ അന്നത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെയും അമേരിക്കയിലെ ഏറ്റവും മികച്ച ബിസിനസ്മാൻ ട്രംപാണ്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും ട്രംപുമായിട്ട് അദ്ദേഹം പരിചയം സ്ഥാപിക്കുന്നു, ആഴത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കുന്നു. അപ്പോൾ ഈ ജെഫ്രി എപ്സ്റ്റീനും അദ്ദേഹത്തിൻ്റെ പങ്കാളി ഭാര്യ ഗിസ്ലിൻ മാക്സ്വെല്ലിനും രഹസ്യമായിട്ടൊരു പരിപാടിയുണ്ട്. അവരുടെ VVIPകളായ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈംഗിക ഇംഗിതങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ 16, 17, 14 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളെ കാഴ്ചവെക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ സ്വകാര്യ ഐലൻഡ് സ്വന്തമാക്കിയേക്കുന്നത്. അപ്പോൾ ഇവിടെ രാത്രികാലങ്ങളിൽ അതിസമ്പന്നന്മാരായ അല്ലെങ്കിൽ VVIPകളായിട്ടുള്ള ആളുകൾ പല സമയങ്ങളിലും സന്ദർശകരായി എത്തുന്നു, അവരുടെ അതിഥികളായിട്ട് അവിടെ കഴിയുന്നു. ആ സമയത്ത് അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള പെൺകുട്ടികളെ അവർക്ക് ലൈംഗികമായി ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ ജെഫ്രി എപ്സ്റ്റീൻ ഈ സമ്പന്നർക്കിടയിൽ വലിയ സ്വാധീനവും വലിയ അംഗീകാരവും ഒക്കെ നേടിയെടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കേസ് ഡയറിയിൽ അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ പേരും പരാമർശിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും തെളിവുകൾ അത് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ട്രംപിനെതിരായിട്ട്. ട്രംപ് അവകാശപ്പെടുന്നത് 2000-ൽ തന്നെ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഞാൻ അവസാനിപ്പിച്ചതാണ്. പക്ഷേ പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട്, കാരണം ഈ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ, ജെഫ്രി എപ്സ്റ്റീനെതിരെ വലിയ വെളിപ്പെടുത്തലുകൾ, പെൺകുട്ടികൾ വലിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2019-ൽ ജെഫ്രി എപ്സ്റ്റീനെ അറസ്റ്റിലാവുകയും അദ്ദേഹം ജയിലിൽ വിചാരണ തടവിൽ കഴിയുകയും അവിടെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ആത്മഹത്യയാണെന്ന ഔദ്യോഗിക ഭാഷ്യം, കൊലപാതകമാണെന്നുള്ള ആരോപണവുമുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് ഫയൽസ് എല്ലാം പുറത്തുവിടണം എന്നുള്ള ആവശ്യം ശക്തമായത്. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഈ കേസ് ഫയൽസ് ഒക്കെ പരമാവധി മൂടിവെക്കാനായിട്ട് ട്രംപ് ശ്രമിച്ചിരുന്നു. പക്ഷേ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ഒരേപോലെ ആവശ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വശംവദനായി അവസാനം നിക്കക്കള്ളിയില്ലാതെ ട്രംപ് ഈ ഉത്തരവിൽ ഒപ്പിടുകയായിരുന്നു. നേരത്തെ തന്നെ ട്രംപുമായി ബന്ധപ്പെട്ട പല തെളിവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. രണ്ടുപേരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ പിറന്നാളിന് ട്രംപ് നൽകിയ ആശംസ, ആ ആശംസ എന്ന് പറയുന്നത് ഒരു കത്താണ്. ആ കത്തിൽ ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം പശ്ചാത്തലമാക്കിയാണ് ആശംസാ സന്ദേശം. പിന്നീട് ജെഫ്രി എപ്സ്റ്റീനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗിസ്ലിൻ മാക്സ്വെല്ലുമായി നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളിൽ ട്രംപിനെ കുറിച്ചുള്ള പരാമർശം, ഇങ്ങനെ പല കാര്യങ്ങളും ട്രംപുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ സ്വകാര്യ ഐലൻഡിൽ ഈ ലൈംഗികമായിട്ടുള്ള ഈ ഭാവനകളുണ്ടല്ലോ, അതീതമായിട്ടുള്ള ലൈംഗിക ഭാവനകൾ അല്ലെങ്കിൽ ഫാസിനേഷൻ എന്നൊക്കെ അതിനെ പറയും. അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ ഈ സ്വകാര്യ ഐലൻഡിലെ റിസോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുക. കാരണം വിശാലമായ നല്ല സജ്ജീകരണങ്ങളോടെയുള്ള കിടപ്പ് മുറികൾ, വിശാലമായ ബാത്റൂം സംവിധാനങ്ങൾ, കൂടാതെ ഒരു റിസോർട്ടിനകത്ത് ഒരു ഡെന്റിസ്റ്റിൻ്റെ പരിശോധനാ മുറിയിൽ കാണുന്ന തരത്തിലുള്ള
ഒരു ചെയറുണ്ട്, കൂടാതെ പലതരത്തിലുള്ള മുഖംമൂടികൾ, അതെല്ലാം പുരുഷന്മാരുടെ മുഖംമൂടികളാണുള്ളത്. പിന്നെ ഒരു ടെലഫോണുണ്ട്. ആ ടെലഫോണിൽ സ്പീഡ് ഡയലിന് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്നവരുടെ പേര് സഹിതം രേഖപ്പെടുത്തിയ സ്പീഡ് ഡയലുള്ള ടെലഫോൺ സംവിധാനമുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സംഗതി ഒരു ബ്ലാക്ക് ബോർഡ്. ആ ബ്ലാക്ക് ബോർഡിൽ 3 അക്ഷരങ്ങൾ മാത്രമാണ് എഴുതിയേക്കുന്നത്. ഒന്ന് ട്രൂത്ത്, ഡിസെപ്ഷൻ, പവർ. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം, ഡിസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നുണയെ സത്യമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക, പവർ അധികാരം. ഈ 3 കാര്യങ്ങൾ എഴുതിയേക്കുന്നു. മറ്റു പലതും എഴുതിയതൊക്കെ മാഞ്ഞുപോയ അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ ജെഫ്രി എപ്സ്റ്റീൻ ഈ VVIPകളെ അവിടെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ലൈംഗിക പങ്കാളിയെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള അവസരം, അവരുമായിട്ട് അവരുടെ ഇംഗിതത്തിനനുസരിച്ച് പല പല ഭാവനകൾക്കനുസരിച്ച് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനായിട്ടുള്ള സംവിധാനം, ഇതൊക്കെയാണ് ആ മുറികളിൽ ഒരുക്കിയിരുന്നത് എന്നുള്ളത് വ്യക്തമാണ്. 2019 ഈ ജെഫ്രി എപ്സ്റ്റീൻ്റെ മരണത്തിന് ശേഷം ഈ റിസോർട്ടിൽ നിന്ന് പല സാമഗ്രികളും, പെയിന്റിങ്ങുകൾ, ചില കലാസൃഷ്ടികൾ അടക്കമുള്ള പലതും എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ള വിവരവുമുണ്ട്. അതിനുശേഷം അവശേഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 200ഓളം ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു എന്നുള്ളതുകൊണ്ട് വിവരമുണ്ട്. കൂടാതെ ചില വീഡിയോകളും, ആ വീഡിയോകൾ എന്ന് പറയുന്നത് ഒരു റിസോർട്ടിന് സമാനമായ ഒരു വീട്. ആ വീടിൻ്റെ ഒരു ഭാഗത്ത് നിരവധി മരങ്ങളൊക്കെ ഉണ്ട്, മറുഭാഗത്ത് കടലിന് അഭിമുഖമായിട്ട് ഇരുന്ന് കാറ്റുകൊള്ളുന്നതിനും മറ്റുമുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന റിസോർട്ട് ഇതിനോടകം തന്നെ പല VVIPകളും സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതിൽ ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ അടക്കമുള്ളവർ ഇതിൽ ഈ റിസോർട്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ അന്തരിച്ച പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ, ഹോളിവുഡ് നടൻ ലിയനാർഡോ ഡികാപ്രിയോ അടക്കമുള്ളവരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. പിന്നെ 1ാം ട്രംപ് അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശക സമിതിയിലുള്ള പല ഉയർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവരും ഈ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പേരുകൾ പുറത്തു വന്നതാണ്. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇത് നിർണായകമാണ്. കാര്യം ഈ കേസ് സംബന്ധിച്ച് ട്രംപിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, അദ്ദേഹവുമായി ബന്ധപ്പെടുത്തുന്ന കൂടുതൽ തെളിവുകൾ പുറത്തു വരുമോ, അങ്ങനെയാണെങ്കിൽ അത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കാൻ പര്യാപ്തമായതായിരിക്കും. ഒരു പക്ഷേ ഈ ആരോപണങ്ങളുടെയൊക്കെ പേരിൽ അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടി വരും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഏതാണ്ട് 30ഓളം പെൺകുട്ടികളാണ് അവരുടെ 15ഉം 16ഉം ഒക്കെ വയസ്സുള്ള സമയത്ത് തങ്ങളെ പല VVIPകളും ലൈംഗികമായി ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. അതിൽ വിർജീനിയ ഗുഫോർ എന്ന് പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയും ചെയ്തു. എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അലയൊലികൾ ഇപ്പോഴും അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് വരുന്ന ദിവസങ്ങളിൽ വെള്ളം കുടിക്കും എന്നുള്ളത് ഉറപ്പാണ്.